ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു ഗംഗ. നാളെ അതിരാവിലെ തന്നെ അംബികാമ ഏർപ്പാടാക്കിയ ആ ഒരു പുതിയ ഔട്ട് ഹൗസിലേക്ക് താമസം മാറണം. ഗംഗയുടെ അരികിലേക്ക് വന്നതുകൊണ്ട് തന്നെ കാവേരി ഒരു നെടുവീർപ്പോടുകൂടി വിളിച്ചു. ഗംഗേച്ചി. തിരിഞ്ഞു നോക്കി ഗംഗ കാവേരിയുടെ മുഖത്തെ വിളർച്ച കണ്ട് പണി നിർത്തി അവളുടെ അടുത്തേക്ക് നീങ്ങി. എന്താ മോളെ, ഇറങ്ങിയില്ലേ ഇതുവരെ? എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഗംഗേച്ചി. എൻ്റെ ഉള്ളൊന്ന് പിടയുന്നത് പോലെ. കാവേരിയുടെ ശബ്ദം നേർത്തു വന്നു. ചേച്ചി ചേച്ചി എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ പുഷ്പവാടി ഉപേക്ഷിച്ച് അയാളുടെ കൺവെട്ടത്തിൽ നിന്ന് തന്നെ എത്ര ദൂരത്തേക്കാ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അയാൾ നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരില്ല. ആ ജയബാലൻ ഒന്നും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഗംഗ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാവേരിയുടെ കണ്ണുകളിൽ ഭയം തളം കെട്ടി നിന്നിരുന്നു. അല്ല ഗംഗേച്ചി, ജയബാലൻ അവനൊരു വിഷപ്പാമ്പാ. കല്യാണ ദിവസം അവിടെ വന്ന് അത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയില്ലേ അവന്? എനിക്കങ്ങനെ ശരിക്കും അറിയാം. അയാളെ എളുപ്പത്തിലൊന്നും അങ്ങ് ആരോട് ക്ഷമിച്ചു തരുന്ന ആളൊന്നല്ല ജയബാലൻ. പിന്നൊരു കാര്യം, ഒരു ഗതിയുമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവൻ 50 ലക്ഷം രൂപ ഒക്കെ തന്നത് എന്നാ എല്ലാവരും പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല സത്യം. ഒരിക്കലും അയാളെ പോലെ ഒരാൾ വെറുതെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൻ എന്തോ വലിയ ലക്ഷ്യമുണ്ട്. എനിക്കതാ തോന്നുന്നത്. അവൻ ഇപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നാ. താരയുടെ ഈ ഒരു മാറ്റം നീ ഒന്ന് ചേച്ചി തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയെ. താരക്ക് പെട്ടെന്നെന്താ പറ്റിയത്? ഇനി ജയബാലനെങ്ങാനും അവളെ രഹസ്യമായി വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണുമോ? ഇതും പറഞ്ഞുകൊണ്ട് കാവേരി തിരിയുമ്പോൾ വാതിൽക്കൽ ശാരദാമയും രാധമയും നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശാരദയുടെ നെഞ്ചൊന്ന് കാളി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാവേരി, നീ എന്തൊക്കെയാ പറയുന്നത്? ആ പാപി ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമോ? ശാരദ വിതുമ്പലോട് ചോദിച്ചു. രാധമ്മ ശാരദയെ ചേർത്ത് പിടിച്ചു. ശാരദയെ, നീ ഇങ്ങനെ കരയാതെ. അവൻ അത്ര പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കില്ല. നമ്മൾ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോവല്ലേ? അതേ അമ്മേ, കാവേരി ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എത്രയും വേഗം നമുക്ക് നാളെ രാവിലെ തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രാത്രിയുടെ നിശബ്ദയിൽ അവർ ആ ഒരു പുതിയ വീടിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുമായി സമയം അങ്ങനെ തള്ളി നീക്കി. എങ്കിലും ജയബാലൻ എന്ന ആ ഒരു ദുസ്വപ്നം പോലെയുള്ള പേര് വീടിന്റെ ചുമരിൽ നിന്ന് തട്ടി പ്രതിധ്വനിച്ചു. ഇതേ സമയം തിരുവനന്തപുരത്തെ ആ വലിയ തറവാട് വീട്ടിൽ നീളൻ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അംബികാമ. ഉറക്കം വരാത്തതുകൊണ്ട് മാത്രമല്ല, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ഭാരം കൊണ്ടുകൂടിയായിരുന്നു അത്. കാവേരിയുടെയും കുടുംബത്തെയും അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വാത്സല്യമാണ് അംബികാമക്ക് തോന്നിയത്. ഒരു നിമിഷം കൊണ്ട് ആ പെൺകുട്ടി തൻ്റെ മനസ്സിൽ എവിടെയോ കയറിക്കൂടി. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് താമസിക്കാൻ തങ്ങളുടെ ഔട്ട് ഹൗസ് നൽകാമെന്ന് വാക്ക് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. മുത്തശ്ശനും നരനും ആ വീട് വാടക കൊടുക്കുന്നതിനെ പറ്റി കഠിനമായി എതിർക്കുകയാണ്. ആ വീടിന് എന്തോ വലിയ ദോഷമുണ്ടെന്നാണ് അവർ പറയുന്നത്. ആർക്കും അത് വാടക കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടുപേരും. എൻ്റെ ഭഗവതി, ഞാൻ ഇനി എന്തു ചെയ്യും? അംബികാമ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ആ പാവം കുട്ടികൾക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയല്ലോ. അവരാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് നാളെ ഇങ്ങോട്ടേക്ക് വരാനിരിക്കല്ലേ. ഇനിയിപ്പോൾ മുത്തശ്ശനോട് എന്ത് പറയും? അവരെ എങ്ങനെ താമസിപ്പിക്കുക? ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് അംബികാമ. ഒരു വശത്ത് താൻ സ്നേഹിക്കുന്ന, താൻ വാക്ക് കൊടുത്തൊരു പാവം കുടുംബം, മറുവശത്ത് തൻ്റെ കുടുംബത്തിലെ കാരണവരും പ്രിയപ്പെട്ട കൊച്ചുമകനും. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അംബികാമ ആ രാത്രി മുഴുവൻ ഉരുകിത്തീർന്നു. പുഷ്പവാടിയിലെ ഇരുടടഞ്ഞ ഒരു മുറിയിലാകെ പുകയുടെ രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നു. കയ്യിലൊരു മദ്യ ഗ്ലാസുമായി കസേരയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു ജയബാലൻ. അവന്റെ കണ്ണിൽ പകയുടെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. കാവേരിയും കുടുംബം പുതിയ വീട് അന്വേഷിക്കുന്ന കാര്യം, ഏകദേശം ഒരു വീട് ശരിയായെന്ന വിവരം അവന്റെ ആളുകൾ അവനെ അറിയിച്ചു കഴിഞ്ഞു. എടാ, ആ വീടിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് വല്ല വിവരം കിട്ടിയോ? ജയബാലൻ ഗർജിച്ചു. കിട്ടി മുതലാളി. അയാളുടെ പേര് നരൻ എന്ന. അയാളുടെ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശിങ്കിടി ഭയത്തോടുകൂടെ പറഞ്ഞു. ഇങ്ങോട്ടെടുക്കടാ നമ്പർ. ജയബാലൻ ഫോൺ വാങ്ങി നരന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ചുണ്ടിലൊരു ക്രൂരമായ ചിരി വിരുന്നു. താരയെ ഭീഷണിപ്പെടുത്തിയ അതേ സ്വരത്തിൽ തന്നെ ഈ നരനെയും ഒതുക്കാമെന്നായിരുന്നു അവന്റെ വിചാരം. മറുതലക്കൽ കോണ് കണക്റ്റായി. ഫോണെടുത്ത് നരനായിരുന്നു. നരന്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. ഹലോ. ജയബാലൻ തന്റെ പരുക്കൻ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലായിരിക്കും. എൻ്റെ പേര് ജയബാലൻ. നീ എൻ്റെ ഔട്ട് ഹൗസ് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എടാ ചെറുക്ക, വാടക കൊടുക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ നിനക്ക് സമാധാനത്തോടെ നിന്റെ കുടുംബം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ഒഴിപ്പിച്ചേക്കണം. അവർക്ക് ഒരിക്കലും വീട് വാടക കൊടുക്കരുത്. നരൻ ഒന്നും മിണ്ടാതെ അത് കേട്ടു നിൽക്കുക ചെയ്തത്. അങ്ങനെ കേട്ടു നിൽക്കുമെന്ന ജയബാലൻ്റെ ഭീഷണി കേട്ടു നിൽക്കുന്ന സമയത്തിന് ജയബാലൻ്റെ ഭീഷണി തുടർന്നു. അതെ, ആ തള്ളയും മക്കളും വീടും അഭയമില്ലാതെ തെണ്ടിത്തിരിയണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മരത്തിളക്കൽ ഒരു നേർത്ത ചിരിയാണ് ഉണർന്നത്. ആ ചിരിയിൽ പുച്ഛം നിറഞ്ഞിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്താൻ താൻ ആരാടോ? നരന്റെ ചോദ്യം വളരെ കൂടായിരുന്നു. പക്ഷേ അതിലൊരു മൂർച്ചയുണ്ടായിരുന്നു. ജയബാലന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ ജയബാലൻ. ഈ പുഷ്പവാടിയിൽ വന്ന് ജയബാലൻ ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പുൽനാരുമ്പോൾക്ക് പോലും പറയാൻ ഒരു കഥയുണ്ടാവും.
എന്നെ എതിർത്തു മോനെ, നിനക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ജയബാലൻ കുറേയധികം ഓണം നിന്നേക്കാളും കണ്ടിട്ടുള്ളവനാ. അതുകൊണ്ട് എന്നോടൊന്നും മുട്ടാൻ വരേണ്ട നീ. ജയബാലൻ ശ്വാസം എടുത്ത് വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുവാണെങ്കിൽ നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. നിന്റെ വീട്ടിലെ പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അവരോടൊരുക്കമില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത എങ്ങ് കെടുത്തി കളയും. നിന്റെ കുടുംബത്തിന് സമാധാനവും. എന്തിനാ വെറുതെ ഈ ജയപാലിന്റെ ശത്രുത നേടിയെടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ വീട് വാടകയ്ക്ക് കൊടുക്കാം. അത്രയും പറഞ്ഞ് കാര്യങ്ങളും ഒഴിവാക്കിയാൽ പോരെ. അവരവിടെ നിന്ന് പാട്ടിന് വിട്ടേക്ക്. നിന്റെ നരന്റെ കണ്ണുകൾ പെട്ടെന്നങ്ങ് ചുവന്നു. ഇത്രയും നേരം ആ വീട് അവർക്ക് വാടക കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നായിരുന്നു നരൻ. പക്ഷേ ഈ ഒരു വെല്ലുവിളി അത് നരന്റെ സിരകളെ അങ്ങ് തീ പിടിപ്പിച്ചു. ഇത്രയൊക്കെ പറഞ്ഞ നരൻ, നീ ഭീഷണിപ്പെടുത്തിയതല്ലേ? നരന്റെ ശബ്ദം ഇപ്പോൾ ഗാംഭീര്യമുള്ളതായി മാറി. എന്നാ നീ കേട്ടോടാ, ഇനി ആ കുടുംബം അവർ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കും. നീ നിന്റെ പരിവാരങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ഈ നരന്റെ അടുത്തേക്ക് വാടാ ജയബാല. ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ്. ജയബാലൻ ആ നിമിഷമങ്ങ് സ്തംഭിച്ചു പോയി. തന്നെ ഇത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒട്ടും പതറാതെ വെല്ലുവിളിക്കുന്ന ഇവൻ ഏതവനാടാ എന്ന് അവനുള്ളിൽ ചിന്തിച്ചു. തന്നോട് തന്നെ വെല്ലുവിളിക്കാൻ മാത്രം ഏതവനാടാവൻ? നിനക്ക് എന്നോട് ഒരു ഭയവും തോന്നുന്നില്ലേടാ പീറച്ചെറുക്ക? ജയബാലൻ ആളറിയാതെ ചോദിച്ചു. ആ ജയബാലിന് എന്നെയും മനസ്സിലായിട്ടുണ്ടല്ലോ, നരൻ പുച്ഛത്തോട് പറഞ്ഞു. ഈ നാട്ടിൽ വന്ന് നരൻ ആരാണെന്ന് താനും ഒന്ന് അന്വേഷിക്ക്. ഏതായാലും തൻ്റെ വരവും കാത്ത് ഞാൻ ഈ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. താൻ വാടോ, നമുക്ക് നേരിൽ കാണാം. ഇനി കളി അങ്ങ് പുഷ്പവാടിയിൽ വേണ്ട, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ആയിക്കോട്ടെ. ഇത്രയും പറഞ്ഞ് നരൻ ഫോൺ കട്ട് ചെയ്തു. ജയബാലൻ ഫോണിലേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു പോയി. അന്ന് ശിവരാജൻ തന്നോട് പറഞ്ഞ ആളാണ് ഈ നരൻ എന്നുള്ള ചിന്തയും ജയബാലന്റെ മനസ്സിലേക്ക് ഓടി വന്നില്ല. ശിവരാജന് ഈ വീടുമായിട്ടുള്ള ബന്ധം, ആ വീട്ടിലേക്ക് ആരെല്ലാമാ പോകുന്നത് എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഏതായാലും ഈ നരനെ ഒന്ന് കാണണമെന്ന് തന്നെ ജയബാലൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം കോള് കട്ട് ചെയ്ത നരൻ നേരെ ചെന്നത് മുത്തശ്ശിന്റെ അടുത്തേക്കാണ്. അംബികാമയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, നരൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്നല്ലേ മുത്തശ്ശിയുടെ ആഗ്രഹം? അത് വാടകയ്ക്ക് കൊടുത്തോ? അവരോട് നാളെ തന്നെ വന്ന് ഗൃഹപ്രവേശനം നടത്താൻ പറയൂ. എനിക്കതിൽ ഒരു സമ്മതക്കുറവില്ല. മുത്തശ്ശൻ അതിശയത്തോടെ നരനെ നോക്കി. നരി മോനെ, നീ ഇതെന്തറിഞ്ഞിട്ടാ? ആ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുമല്ല, ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്ത് പ്രശ്നങ്ങൾ? നരൻ ഇടവേളയില്ലാതെ പറഞ്ഞു. ആ വീടിന് ഒരു കുഴപ്പമില്ല മുത്തശ്ശ, നമ്മളും അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് മുത്തശ്ശനൊന്നും ചിന്തിക്കേണ്ട. ആ വീട് അവർക്ക് കൊടുത്തേക്ക്. അതിൻ്റെ പിന്നിൽ വരുന്ന എന്ത് പ്രശ്നവും നേരിടാൻ ഈ നരൻ ഇവിടെ ഉണ്ടാവും. നരൻ്റെ വാക്കുകളിൽ ഉറപ്പ് കേട്ടപ്പോൾ മുത്തശ്ശനും പിന്നീട് എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അംബികാമയും മുത്തശ്ശനും സമ്മതം നൽകി. ആശ്വാസത്തോടെ അംബികാമ നരേനെ നോക്കി പുഞ്ചിരിച്ചു. കാവേരിയും കുടുംബവും അരവിന്ദന്റെ ഫാമിലിയാണെന്ന സത്യം അപ്പോഴും മുത്തശ്ശനോ നരേനോ അറിയുമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ കാവേരിയും കുടുംബവും യാത്ര തിരിച്ചു. പുഷ്പവാടിയിലെ ഓർമ്മകളെല്ലാം തന്നെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര. തിരുവനന്തപുരത്തെ ആ വലിയ വീടിന്റെ മുറ്റത്ത് വണ്ടി വന്ന് നിന്നപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഒരു അത്ഭുതം വിരിഞ്ഞു. പച്ചപ്പ് നിറഞ്ഞ ആ ഒരു പരിസരം, ശാന്തമായ അന്തരീക്ഷം. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഗംഗയും വിനീതും ചുറ്റും നോക്കി. നല്ല സ്ഥലമാണല്ലേ ചേച്ചി, നല്ല വീട്, കണ്ടിട്ട് കൊട്ടാരം പോലെയുണ്ട്. വിനീത് ഇങ്ങനെ ആവേശത്തോടെയും പറഞ്ഞു. അതെ അതെ. ശാരദാമ്മ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇത് ആ വീട്ടുകാരുടെ ആദ്യത്തെ വീടായിരുന്നു മക്കളെ. അവർ പുതിയ വീട് വെച്ച് മാറിയപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാ. ഒരുപാട് പേർക്കൊന്നും കൊടുത്തില്ലത്രേ. ഒരു കുടുംബം മാത്രമേ നമുക്ക് മുന്നേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ. അംബികാമ്മ പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ കാവേരി ഒരുപാട് ഇഷ്ടപ്പെട്ടു അംബികാമ്മയ്ക്ക്. അതുകൊണ്ടുകൂടിയാ നമുക്ക് ഈ ഒരു വീട് വാടകയ്ക്ക് തന്നത്. അല്ലാതെ ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അത് അമ്മായി പറഞ്ഞത് നേരാ. വിനീത് തല കുലുക്കി. ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാലോ അവരൊക്കെ നല്ല ആസ്തിയുള്ളവരാണെന്ന്. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അംബികാമ്മ അങ്ങോട്ടേക്ക് വന്നു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് അവർ കാവേരിയും കുടുംബത്തെയും സ്വീകരിച്ചത്. ഗായത്രിയും മുത്തശ്ശിയും അവരെ പരിചയപ്പെടാനെത്തി. കാവേരിയും മറ്റുള്ളവരുടെ പെരുമാറ്റം മുത്തശ്ശിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരെ വിനയവും സ്നേഹവും നിറഞ്ഞ ആ ഒരു സംസാരം ആ വീടിൻ്റെ വലിയ പൂമുഖത്ത് ഒരു സന്തോഷം നിറച്ചു. അപ്പോഴും അരവിന്ദൻ്റെ പേരിൽ അവർ പറയാത്തത് കൊണ്ട് തന്നെ ഇത് അരവിന്ദൻ്റെ കുടുംബമാണെന്ന് തിരിച്ചറിയാൻ മുത്തശ്ശിന് സാധിച്ചില്ല. നിലമോളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയത് എന്നും ഇവിടെ നല്ലൊരു ജോലി കിട്ടിയാൽ തുടർന്ന് ഇവിടെ തന്നെ ജീവിക്കാമെന്നാണ് ആഗ്രഹമെന്നൊക്കെ കാവേരി അവരെ അറിയിച്ചു. അംബികാമ്മ ഒരു താക്കോൽ കൂട്ടം ശാരദയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ചെല്ലി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവർ ഔട്ട് ഹൗസിലേക്ക് നടന്നു. പണ്ടത്തെ തറവാടിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു മനോഹരമായ വീട്. ശാരദ മുൻപന്തിയിൽ തന്നെ നിന്ന് വാതിൽ തുറന്നു. ഈശ്വര, എല്ലാം നല്ലതായി വരണേ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ശാരദ അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ തന്നെ മറ്റുള്ളവരും കയറി. എന്നാൽ കാവേരി ആ പടി കടന്ന് അകത്തേക്ക് കാലുവെച്ചതും അവിടുത്തെ അന്തരീക്ഷത്തിന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചതുപോലെ അവൾക്ക് തോന്നി. വല്ലാത്തൊരു തണുപ്പ് അവളെ പൊതിഞ്ഞു. നെഞ്ചിനുള്ളിൽ ഒരു ഭയം വന്നു നിറയുന്നത് പോലെ ഒരു നെഗറ്റീവ് ഫീൽ. എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ചുറ്റും നോക്കി. ആ പഴയ മരത്തിന്റെ മണമുള്ള ആ ഒരു വീടിന്റെ ചുവരിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്ന പോലെ തോന്നി. എന്താ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറി വായോ.
കാവേരി സ്വബോധത്തിലേക്ക് വന്നു. ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് നടന്നു. ഉള്ളിലെ ഭയത്തെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ. ഇതേ സമയം യമുന അവളുടെ മുറിയിലെ ജനലരികിൽ നിന്ന് ചിന്തകളിൽ മുഴുകിയിരിക്കുമായിരുന്നു. കാവേരിയും കുടുംബം പോയതോടുകൂടെ അവൾ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ. യമുനയുടെ മനസ്സ് മുഴുവൻ നിവിനായിരുന്നു. നിവിൻ ചേട്ടനില്ലാതെ ഈ നാട്ടിൽ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട എന്താവശ്യമുള്ളത്? യമുന നെടുവീർപ്പെട്ടു. നിവിൻ ചേട്ടൻ എന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടാവും. ഞാനും നിവിൻ ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇനി എന്നാ നിവിൻ ചേട്ടനെ കാണാനായിട്ട് സാധിക്കുക? പാവ യമുന നിവിൻ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന മിഥ്യാധാരണയെ സ്വയം ഇങ്ങനെ സങ്കടപ്പെട്ടു വരുന്ന. എന്നാൽ നിവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് ദൂരത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു നിവിൻ. അവൻ്റെ ഹൃദയം കാവേരിക്കായി തുടിച്ചു. എത്രയും വേഗം എനിക്ക് കാവേരിയുടെ അടുത്തേക്ക് എത്തണം, നിവിൻ മനസ്സിലിങ്ങനെ പറഞ്ഞു. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഈ ഒരു അവസ്ഥയിൽ അവരെ നേരിട്ട് കാണാൻ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പോവും. കാവേരി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവളോട് എൻ്റെ പ്രണയം ഒരിക്കൽ കൂടി പറയണം. അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമാക്കി എടുക്കണം. കാവേരിയെ സ്വന്തമാക്കാനുള്ള ആദ്യമായ ആഗ്രഹമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ. ഇതേ സമയം ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന ഒരു കറുത്ത വാഹനത്തിൽ ജയബാലൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് വന്യമായൊരു ക്രൂരത തളം കെട്ടി. തന്നെ ഫോണിലൂടെ വെല്ലുവിളിച്ച് ആ പയ്യനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ജയബാലൻ. ആ നരൻ ആരാണെന്ന് എനിക്കൊന്ന് കാണണം. എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ ധൈര്യം കാണിച്ച അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ജയബാലൻ പല്ലിറുമ്പി. ആളറിയാതെ ആ ജയബാലനെ ചെന്ന് കയറാൻ പോകുന്നത് സാക്ഷാൽ തൻ്റെ നരൻ്റെ മടയിലേക്കാണ്. ഇനിയും നരനും ജയബാലൻ തമ്മിൽ വലിയൊരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാവേരിക്ക് ഇനി ഒരു പ്രതിസന്ധിയും ഉണ്ടാവാതെ അവൾക്ക് ചുറ്റും നരൻ്റെ സുരക്ഷാ വലയം തന്നെ സൃഷ്ടിക്കാൻ പോകുകയാണ്. കാവേരി ഒരിടത്തും ഒറ്റപ്പെടാതെ കട്ടക്ക് സപ്പോർട്ടായി നരൻ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.